നമസ്കാരം. എൻ്റെ പേര് ഷിബിൻ ആൻ്റണി ബോബൻ. ഞാൻ ഒപ്റ്റിമിസ്റ്റാണ്. മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല ചിന്തകളോടുകൂടി ദിവസം ആരംഭിക്കുവാനും ആ ചിന്തയുടെ പവറോടുകൂടി ദിവസം മുഴുവൻ കർമ്മം ചെയ്യുവാനും നല്ല ചിന്തകളോടുകൂടി തന്നെ കിടന്നുറങ്ങുവാനും നിങ്ങളെപ്പോലെ തന്നെ പരിശ്രമിക്കുന്ന ഒരു സാധാരണ വ്യക്തി. അതുപോലെ തന്നെ റേഡിയൻസ് എന്ന ഒരു കൊച്ചു കൂട്ടായ്മയുടെ സൗഹൃദത്തിൻ്റെ ആരംഭകനും ഒരു IT പ്രൊഫഷണൽ കൂടിയാണ് ഞാൻ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സംവേദിക്കുവാനും പരസ്പരമുള്ള ഈ കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ ഈ പങ്കുവയ്ക്കലിലൂടെ ഈ ചിന്തയിലൂടെയുള്ള സംവാദത്തിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംവേദിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി നമുക്കിതിനെ കണക്കാക്കാം. ഒന്നാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കഥയിലൂടെ തുടങ്ങിയാലോ. ഒരു പരുന്തിൻ്റെ കഥ ഞാൻ എവിടെയോ വായിച്ചു തീർക്കുന്നു. ഒരിക്കൽ ഒരു പരുന്തിൻ്റെ മുട്ട അറിയാതെ കോഴിമുട്ടകളുടെ ഇടയിൽ വീണു. കുറെ നാളുകൾ കഴിഞ്ഞു. മുട്ടകളെല്ലാം വിരിഞ്ഞു. കോഴിമുട്ടകളെല്ലാം കോഴികളായി. പരുന്തിൻ്റെ മുട്ട പരുന്തുമായി. പക്ഷെ അവിടെ ചെറിയ കുഴപ്പം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ പരുന്തിനറിയില്ല താൻ പരുന്താണെന്ന്. ഒരു ദിവസം പരുന്തും കുട്ടി ഒരു ഗ്രൗണ്ടിലൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പരുന്തിൻ്റെ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മേലോട്ട് നോക്കി ഒരു പക്ഷി പറന്ന് നടക്കുന്നു. ചിറകൊക്കെ വിരിച്ച് നന്നായിട്ട് പറന്ന് നടക്കുന്ന ഈ പക്ഷിയെ നോക്കി ഇപ്പോൾ പക്ഷി തൻ്റെ അമ്മയോട് ചോദിച്ചു, അതായത് തള്ള കോഴിയോട് ചോദിച്ചു, അമ്മേ ഏതാണ് ആ പക്ഷി? സോ അമ്മ പറഞ്ഞു, മോനെ അത് അറിയില്ലേ, അതാണ് പരുന്ത്. ഇറ്റ്സ് എ കിങ് ഓഫ് ദ സ്കൈ. അത് മഴയുടെ മുകളിലൂടെ പറക്കും. ദ കൺട്രോൾസ് ദ വിൻഡ്. അത് വായുവിനെ കൺട്രോൾ ചെയ്യുന്ന പക്ഷിയാണ്. അതാണ് പക്ഷികളുടെ രാജാവ്. അതാണ് പരുന്ത്. ബട്ട് യു ഡോണ്ട് വറി, വി ബിലോങ് ടു ദ ലാൻഡ് ആൻഡ് ദാറ്റ് ബിലോങ്സ് ടു ദ സ്കൈ. നമ്മൾ കരയിൽ ജനിക്കപ്പെട്ടവരാണ്. ആ പക്ഷിയോ ആകാശത്തിലെ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഈ കഥയ്ക്ക് രണ്ട് കൺക്ലൂഷൻസ് അല്ലെങ്കിൽ രണ്ട് എൻഡിങ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒന്നിങ്ങനെയാണ് പറയുന്നത്, ഈ കുഞ്ഞു പക്ഷി അമ്മയുടെയും തൻ്റെ സഹോദരങ്ങളുടെയും വാക്കുകൾ കേട്ട് അത് സ്വയം ബിലീവ് ചെയ്തു. അത് കോഴിയാണ് എന്ന്. എന്നിട്ട് അത് അവസാനം അത് കോഴിയാണെന്ന് തന്നെ വിശ്വസിച്ച് അതിൻ്റെ ശിഷ്ടകാലം മുഴുവൻ ജീവിച്ചു എന്നാണ്. അതിന് തോന്നി അതിന് മറ്റൊരു പർപ്പസ് ഉണ്ട് എന്ന്. അത് ഓരോ ദിവസവും തന്നെ ചിറകുകൾ വിടർത്തി ഓരോ ദിവസവും പറക്കാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം അത് തിരിച്ചറിഞ്ഞു അത് പരുന്താണ് എന്ന്. അത് അനന്തവിഹായസിലേക്ക് പറന്നുയർന്നു. അതൊരു പരുന്താണ് എന്ന്. എന്നിട്ട് അത് പരുന്തിനെ പോലെ, ഒരു ഈഗിളിനെ പോലെ പറന്നുയർന്നു. ഇങ്ങനെ രണ്ട് എൻഡിങ് ഉള്ള ഒരു സ്റ്റോറിയാണ്, കൺക്ലൂഷനുള്ള അല്ലെങ്കിൽ രണ്ട് പോസിബിൾ സൊല്യൂഷൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ് ഇത്. ഈ കഥ ഞാൻ പറഞ്ഞത് മറ്റതിനു വേണ്ടിയല്ല. നമ്മളുടെ ചുറ്റിലുമുണ്ട് ഇതുപോലെ നമ്മളുടെ തൊട്ടടുത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളെ നെഗറ്റീവ് എനർജി ഇഞ്ചക്ട് ചെയ്യുന്ന ഒട്ടനേകം പേർ. നീ പരുന്തല്ല, നീ വെറും കോഴിയാണ് എന്ന് പറയുന്ന ഒട്ടനേകം പേർ. ഹൂ ആർ ദേ? നമ്മുടെ ചിന്തകളാവാം, നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ആവാം, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കൂട്ടുകാരാവാം, നമ്മുടെ ഒറ്റപ്പെട്ടവരാകാം, നമ്മുടെ സർക്കംസ്റ്റാൻസസ് ആവാം. നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ലൈഫിന് തന്നെ പേർപ്പസ് ഒരു പക്ഷേ മറഞ്ഞു പോയേക്കാം. ബുദ്ധ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് പുസ്തകത്തിലോ ആരും പറഞ്ഞതോ എന്നത് കാരണമാക്കേണ്ടതില്ല. ആരും ശരിയുമല്ല, ആരും തെറ്റുമല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ലൈഫ് എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തേണ്ട ചുമതലയും നമുക്ക് തന്നെയാണ്. നമ്മുടെ പേരൻസ് പറഞ്ഞത് കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞത് കൊണ്ടോ
നമ്മൾ അവരെ അന്ധമായി അല്ലെങ്കിൽ അവർ പറഞ്ഞത് അതുപോലെ വിശ്വസിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അർത്ഥം അവരെ തള്ളിപ്പറയണമോ എന്നൊന്നുമല്ല. മറിച്ച് നല്ല കൂട്ടുകാരും നമ്മുടെ പേരൻസുമൊക്കെ വഴികാട്ടികളാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അവർക്ക് വഴി അറിയാം എന്നല്ല. അവരുടെ വഴി നമ്മൾ കണ്ടുപിടിച്ചു, അവരുടെ കഴി അവർ കണ്ടുപിടിച്ചു. ഇനി അവർക്ക് നമുക്ക് പറഞ്ഞു തന്നു ഇതാണ് ഒരു പക്ഷേ വഴിയെന്ന്. പക്ഷേ വഴിയിലൂടെ നടക്കേണ്ട ചുമതല, നമ്മുടെ വഴി കണ്ടുപിടിക്കേണ്ട ചുമതല നമ്മുടേതാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ്. ബൈ.